വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗം. അതിൻ്റെ സമ്മറിയാണ് നാം ഈ എപ്പിസോഡിലൂടെ വിവരിക്കുന്നത്. ആദ്യമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരമാകുന്ന ക്ഷേത്രത്തെക്കുറിച്ചും ശരീരത്തിൽ പ്രകാശിക്കുന്ന ക്ഷേത്രജ്ഞനായ ആത്മാവിനെക്കുറിച്ചും ഉപദേശിച്ചു. അതായത് ഈ ശരീരം ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. ശരീരത്തിൽ പ്രകാശിക്കുന്ന ജീവാത്മാവിനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. എല്ലാ ശരീരങ്ങളായ ക്ഷേത്രങ്ങളിലും പ്രകാശിക്കുന്നത് ഒരേ പരമാത്മ ചൈതന്യം തന്നെയാണ്. തുടർന്ന് ക്ഷേത്രജ്ഞനെക്കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞു തന്നു. ഭഗവാൻ ഇവിടെ ക്ഷേത്രമാകുന്ന ശരീരത്തെക്കുറിച്ച് അർജുനന് വിവരിക്കുന്നു. പഞ്ചമഹാഭൂതങ്ങളായ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയും മായാബുദ്ധിതത്വം, അഹങ്കാരം എന്ന 3-ഉം 11 ഇന്ദ്രിയങ്ങൾ, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇങ്ങനെ 11-ഉം ഇന്ദ്രിയ വിഷയങ്ങളായ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധം എന്ന 5-ഉം ചേർന്ന് 24 ഘടകങ്ങളുള്ളതാണ് ശരീരമാകുന്ന ക്ഷേത്രം. ശരീരമാകുന്ന ക്ഷേത്രത്തിൽ പ്രകാശിക്കുന്ന ക്ഷേത്രജ്ഞനെ, അതായത് ജീവാത്മാവിനെ അറിയാൻ നമുക്കുണ്ടാകേണ്ട ഗുണങ്ങൾ. അതാണ് അഹങ്കാരമില്ലായ്മ, ദയ, ദാനം, ശരീരമനഃശുദ്ധി, ഉറച്ച മനോബുദ്ധികൾ, ഇന്ദ്രിയ മനോനിയന്ത്രണം, ആചാര്യ ശുശ്രൂഷ, നിരന്തരമായ ഈശ്വര ഭജനം, ആത്മജ്ഞാനം നേടുന്നതിൽ താൽപ്പര്യം എന്നീ ഗുണങ്ങൾ. ക്ഷേത്രജ്ഞനെക്കുറിച്ചുള്ള ജ്ഞാനം ഭഗവാൻ നൽകുന്നു. നാശമില്ലാത്ത, ആദിയോ അന്തമോ ഇല്ലാത്ത ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് നൽകുന്നത്. എല്ലാ ഭാഗത്തും കൈകാലുകളും ഇന്ദ്രിയങ്ങളും നേത്രശിരോമുഖങ്ങളും ഉള്ളതും സർവത്ര വ്യാപിച്ചിരിക്കുന്നതുമാണ് ആത്മചൈതന്യം. ക്ഷേത്രജ്ഞൻ, അതായത് ജീവാത്മാവിന് ഇന്ദ്രിയങ്ങളോ ഗുണങ്ങളോ ഇല്ലെങ്കിലും ജീവാത്മാക്കളുടെ എല്ലാം ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ആത്മചൈതന്യമാണ്, പരമാത്മ ചൈതന്യമാണ്. ഒന്നിനോടും ചേരാത്തതും എന്നാൽ എല്ലാറ്റിനെയും ചേർത്ത് നിർത്തി നിയന്ത്രിക്കുന്നതും ഗുണങ്ങളെ അനുഭവിക്കുന്നതുമാകുന്നു ക്ഷേത്രജ്ഞൻ. എല്ലാ ശരീരങ്ങളുടെയും അകത്തും പുറത്തും അടുത്തും ദൂരെയും എല്ലാം സ്ഥിതി ചെയ്യുന്നു. ജ്യോതിസ്സുകളുടെ ജ്യോതിയായ ക്ഷേത്രജ്ഞൻ തമസ്സിനപ്പുറമാണ്. ജ്ഞാനവും ജ്ഞേയവും ജ്ഞാനഗമ്യവും എല്ലാം ഒരേ ക്ഷേത്രജ്ഞനാകുന്ന പരമാത്മാവ് തന്നെയാകുന്നു, ജീവാത്മാവ് തന്നെയാകുന്നു. ഇതിനെ അറിയുന്ന യോഗി മോക്ഷത്തിനുള്ള പ്രാപ്തി നേടും. തുടർന്ന് ഭഗവാൻ അർജുനന് പരമാത്മാവിൻ്റെ ഭാവങ്ങളായ പ്രകൃതിയെയും പുരുഷനെയും കുറിച്ച് പറയും. പ്രകൃതിയും പുരുഷനും പരമാത്മാവിനെ പോലെ തന്നെ ആദിയോ അന്തമോ ഇല്ലാത്തവയാണ്. പുരുഷൻ പ്രകൃതിയിലൂടെ സൃഷ്ടി നടത്തുന്നു. ജീവാത്മാക്കൾക്ക് ഗുണങ്ങൾ നൽകി ഗുണങ്ങൾക്കനുസരിച്ച് പ്രകൃതിയിലെ വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നു. ശരീരം, ഇന്ദ്രിയങ്ങൾ, കർമ്മങ്ങൾ ചെയ്യാൻ കാരണം പ്രകൃതിയാണ്. കർമ്മഫലങ്ങളെ അനുഭവിക്കാൻ മനോബുദ്ധികൾക്ക് കഴിവ് നൽകുന്നത് ക്ഷേത്രജ്ഞനാകുന്ന പുരുഷനാണ്. പുരുഷനായ ക്ഷേത്രജ്ഞൻ ശരീരത്തിലിരുന്നു കൊണ്ട്, അതായത് ക്ഷേത്രത്തിലിരുന്നു കൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. പുരുഷൻ ശരീരം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സാക്ഷിയായും അനുമതി നൽകിക്കൊണ്ടും ശരീരത്തെ ഭരിച്ചുകൊണ്ടും മഹേശ്വരനായി നിലനിൽക്കുന്നു. ജീവന് ഇന്ദ്രിയ ഗുണങ്ങളോടുണ്ടാകുന്ന ഒട്ടലാണ് പുനർജന്മങ്ങൾക്ക് കാരണം. ആനന്ദസ്വരൂപിയായ പുരുഷൻ ജീവാത്മാവായി ശരീരത്തിലിരിക്കുമ്പോൾ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളിൽ അഭിമാനിച്ച് ശരീരം ചെയ്യുന്ന കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും തൻ്റേതായി കരുതി അനുഭവിക്കുന്നു. അതുകൊണ്ട്
കർമ്മങ്ങൾക്കനുസരിച്ച് കർമ്മഫലങ്ങളും പുനർജന്മങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ പുനർജന്മങ്ങളിലെ ഭക്തി ധ്യാനയോഗങ്ങൾ പുണ്യകർമ്മങ്ങളും കൊണ്ട് ജ്ഞാനമുണ്ടായി ഞാൻ ശരീരമല്ല ആത്മചൈതന്യമാണ് എന്നറിയുന്നു ജ്ഞാനി. അങ്ങനെ മനഃശുദ്ധി നേടി ജ്ഞാനം ലഭിച്ച യോഗി സർവത്ര വ്യാപിച്ചിരിക്കുന്ന എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്ന, എന്നാൽ എല്ലാ ശരീരം നശിക്കുമ്പോൾ നശിക്കാത്ത, ആദിയന്തമില്ലാത്ത, ഗുണങ്ങളില്ലാത്ത, കർമ്മബന്ധങ്ങളില്ലാത്ത ഏറ്റവും സൂക്ഷ്മമായ പരമാത്മാവാണ് താൻ എന്ന യഥാർത്ഥം മനസ്സിലാക്കുന്നു. ഇങ്ങനെ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും അതിൻ്റെ അധിഷ്ഠാനമായ പരമാത്മ ചൈതന്യത്തിനെയും അറിയുന്നവൻ പരമഗതിയെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞ 13-ാം അധ്യായം ക്ഷേത്രജ്ഞ യോഗത്തിലെ ഉപദേശങ്ങൾ പൂർണ്ണമാക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.